തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രി. കൊല്ലം പത്മന സ്വദേശി വേണു മരിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ DMEക്ക് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ പരാതി തള്ളിയ മെഡിക്കൽ കോളേജ് അധികൃതർ ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നും പറഞ്ഞു. മീഡിയ വൺ ഇംപാക്ട്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അവൻ്റെ വോയിസ് റെക്കോർഡ്. നവംബർ 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗവുമായി ചികിത്സയ്ക്കെത്തിയ വേണു ഇന്നലെയാണ് മരിച്ചത്. ചികിത്സ ലഭിച്ചില്ലെന്ന കുടുംബത്തിന്റെ പരാതി അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. നമുക്ക് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി വന്ന് ടാബ്ലറ്റ്സ് തന്നു. വീണ്ടും ചൊവ്വാഴ്ച വരുന്നു. അച്ഛൻ നാളെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. വേണുണ്ട് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യാമല്ലോ എന്നിരുന്നപ്പോഴത്തേക്ക് വൈകിട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് വേണുവിന്റെ പേരില്ല. വേണുവിന് വേണ്ട കാർഡിയാക് ചികിത്സ നൽകിയിരുന്നു എന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിശദീകരണം. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. വേണുവിന്റെ മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിലേക്കും UDF പ്രവർത്തകർ കൊല്ലത്തും പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുന്നതിനൊപ്പം കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. വേണുവിന്റെ മരണത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് അധികൃതർ ഒഴിയാതെ കുടുംബത്തിന്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.